ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചൺ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. കിച്ചണിലെ നമ്മുടെ കബോർഡിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ്. കാരണം നമ്മൾ മേളിൽ ഇരിക്കുന്നതായാലും സൺഷെയ്ഡിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തുറക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മിക്സിയും കറണ്ട് അടുപ്പും ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മിക്സി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് മേളിലുള്ള കബോർഡിൽ ഞാൻ അതിൻ്റെ മിക്സിയുടെ ജാറും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സി ആയതുകൊണ്ട് അതിന് കുറച്ചും കൂടെ ഐറ്റംസ് കൂടുതലാണ്. പ്രത്യേക ഒരു ഗ്രൈൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതെല്ലാം ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മേലെ ഒരു ഡെപ്പിയും പിന്നെ എന്താണ് പാത്രങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മളെ കബോർഡിനകത്ത് വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, തേയില അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ അത് താഴെയായിട്ട് കടുക് എന്ന് പറയുമ്പോൾ ഈ കടുകിൽ ഇരിക്കുന്ന ഈ ഒരു ഡെപ്പിയിലുണ്ടല്ലോ, ഈ ഒരു ഡെപ്പിക്കകത്താണ് ഞാൻ എല്ലാ സാധനങ്ങളും ഇട്ട് വയ്ക്കുക. അതായത് കുരുമുളക്, ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിനകത്താണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അധികം ഡെപ്പിയില്ല. ഞാൻ ഫസ്റ്റ് ചെറിയ ചെറിയ ഡെപ്പിയിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്ത് 90 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. അങ്ങനെ ഓർഡർ ചെയ്ത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നല്ല ഉപകാരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ക്ലീനായിട്ട് കിടക്കണത്. അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത കബോർഡിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നമ്മൾ ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചാൽ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അതവിടെ വെച്ചിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ടിന്നും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണ്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിരിക്കും അത്യാവശ്യത്തിന് എടുക്കാനായിട്ട്. പിന്നെ ഉള്ളത് മേളിൽ ഈ മിക്സിയുടെ നമ്മൾ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലേറ്റ്സ്, ഗ്ലാസ് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ടുണ്ട്. എപ്പോഴും ആവശ്യം വരാത്ത സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത കബോർഡ് തുറന്നാൽ അതിൽ നമ്മൾ കപ്പും കാര്യങ്ങളൊക്കെയാണ്. കപ്പ്, ഗ്ലാസ്, ബൗൾസ്, പിന്നെ ഈ പാത്രം കഴുകണ സോപ്പൊക്കെ ഉണ്ടല്ലോ, വാഷ് ബേസിൻ്റെ തൊട്ട് മേളിലായതുകൊണ്ട് അങ്ങനെ എക്സ്ട്രാ സോപ്പൊക്കെ വരുമ്പോൾ അവിടെ വെച്ചിരിക്കും. പിന്നെ നമ്മുടെ സ്നാക്സ് ബോക്സ്, പപ്പട ടിന്ന് അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴത്തെ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത് ഡോറ് മാത്രമേ ഉള്ളൂ. മറ്റേതൊക്കെ നമ്മൾ ആ മതിൽ തന്നെയാണ് കാണുമ്പോൾ, ബാക്ക്ഗ്രൗണ്ടൊക്കെ മതിൽ തന്നെയാണ്. തറയിൽ ടൈലും ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പാത്രത്തിന് വെക്കാൻ ഒരു സ്റ്റാൻഡും പിന്നെ നമ്മുടെ തേങ്ങ ചിരകുന്ന ചിരവയും ഹരിതകർമ്മസേനയെ കൊടുക്കുന്ന പ്ലാസ്റ്റിക് കവറുകളും ഇവിടെയാണ് സൂക്ഷിക്കാറുള്ളത്. ഇതിൽ ഡോറ് മാത്രമാണ് ഇതിൽ ഫിറ്റിങ്സ് ആയിട്ട് വരുന്നത്. എന്നിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നടുവേദനയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ചിരവയാണ് ബെസ്റ്റ് കേട്ടോ. ഇനി അടുത്ത കബോർഡിനകത്ത് അതിനകത്താണ് നമ്മൾ സിലിണ്ടർ വെച്ചിരുന്നത്. അപ്പോൾ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് അത് വെളിയിലാക്കി. അപ്പോൾ അതിനുശേഷം ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നതിലാണ് റൈസ് കുക്കർ, മാവ്, അരിയൊക്കെ ഇടുന്ന ടിന്ന്, മുറം അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ജസ്റ്റ് നമ്മുടെ പാത്രം ഒക്കെ അടച്ചു വയ്ക്കുന്ന അരിപ്പം, ഗ്രൈൻഡർ ഒതുക്കി അവിടെയാണ് ഞാൻ വെക്കാറുള്ളത്. പിന്നെ നമ്മളെ പ്ലാസ്റ്റിക് കവറുകൾ ഇട്ട് വെക്കാനായിട്ടൊരു സംഭവം. അങ്ങനെ അധികം നമ്മളെ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് ഞാൻ അതിനകത്താണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ വെക്കാറില്ല. വല്ലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അതിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മുളക് പൊടി ടിന്ന് അങ്ങനത്തെ ചെറിയ ടിന്നൊക്കെ ആക്കി വെച്ചിരിക്കുന്ന എണ്ണ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ട്രെയിൽ വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി ഇതൊക്കെയാണ് എടുക്കണം. നമ്മൾ ഓൾറെഡി മേളിൽ വെച്ചിരിക്കുന്നത് വലിയ ടിന്നിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ തീരുമ്പോൾ അതൊന്നും എടുത്ത് ഇതിലിടും. ആ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഒരു ട്രേ ഉണ്ട്. വലിയ പാത്രങ്ങളും പിന്നെ അടപ്പുകളും ഇതിൽ തന്നെ വെക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് കൊച്ചു പാത്രങ്ങൾ വെക്കാനായിട്ട്. ഇതൊക്കെ ഓരോ സെറ്റ് ചെയ്തതിനുള്ളൂ. ഒരുപാട് നമ്മൾ വെച്ച് നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിച്ചാൽ മതിയല്ലോ. ആവശ്യമില്ലാത്ത പാത്രമൊന്നും ഞാൻ വെക്കാറില്ല. ഇത് നമ്മുടെ കറണ്ടിയും സ്പൂണ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ആവശ്യമുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരുപാട് നമ്മൾ ഉപയോഗിക്കാത്ത കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. സ്പൂണ് അങ്ങനെയൊക്കെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, എടുക്കാൻ എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ സാധാ ചെറിയ കിണ്ണങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചരുവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് താഴെ വെച്ചിട്ടുണ്ട്. ഇതും ഒന്നേ ഉള്ളൂ, മതി. അത് തന്നെ നമുക്ക് ധാരാളം. ഇതിലുള്ള സാധനങ്ങൾ നമ്മളെല്ലാം യൂസ് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ
കൊച്ചുള്ളി, അതുപോലെ സവാള, അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കബോർഡിനകത്ത് വെക്കാൻ പറ്റില്ല. നമ്മുടെ അയണിൻ്റെ ദോശ പാൻ, അതുപോലെ കറി വെക്കുന്ന ചട്ടി, ഇതെല്ലാം ഇതിൽ വെച്ചിട്ട് ഞാൻ വെളിയിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഈ പാത്രങ്ങളൊക്കെ അകത്ത് വെച്ചിട്ട് പൂപ്പൽ പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പുറത്താക്കി. പിന്നെ വെളുത്തുള്ളി ഞാൻ ഇതിലിട്ട് വെക്കില്ല, കാരണം അത് പെട്ടെന്ന് മുളവര അല്ലെങ്കിൽ ചീത്തയായി പോകുന്ന കരുതിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പോൾ ഫ്രിഡ്ജും ഇതും ഇരിക്കുന്ന ഒരു സ്ഥലം ഇങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് അങ്ങനെ ഒരു വീട് വെച്ചപ്പോഴേ അങ്ങനെ ഒരു സംഭവം ചെയ്തെടുത്ത്. പിന്നെ മേളിലിരിക്കുന്ന കബോർഡിലെല്ലാം ഈ വീട്ടിൽ കയറിയപ്പം കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതും വേറെ വലുതായിട്ടൊന്നുമില്ല, ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതെനിക്ക് തുറക്കാൻ പറ്റില്ല, അത് മേളിലാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇവിടെ കയറിയ സമയത്ത് എനിക്ക് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ വാതിലിൽ വെച്ച ഒരു ലോക്ക് കാണിച്ചു തരാം. ഇരുമ്പിൻ്റെ ഒരു ലോക്കാണ് ഇത്. കണ്ടില്ല, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വെച്ചതാണ്. നമുക്ക് ഊരിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി നമുക്ക് തുറന്നു കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ വെളിയിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഇതിനു മുമ്പ് ഷീറ്റും കാര്യങ്ങളൊന്നുമില്ല, വെറും ഒരു മതിലും അങ്ങനത്തെ കാര്യമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പാത്രമൊക്കെ കഴുകി വെളിയിൽ വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റില്ല, മഴവെള്ളം വീണ് അതുപോലെ ഇരയിലെല്ലാം ഈ ഒച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം പക്ഷേ ഓക്കെയാണ്. എന്നാലും ആ ഗ്രില്ലിൽ നെറ്റ് അടിച്ചാലേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ അതാ ഈ ഡോറിൽ ഞാൻ അടിയിൽ ഫസ്റ്റ് ഞാൻ വെച്ചതാണ്. ഞാൻ ഒരു ആമസോണിൽ നിന്ന് വരുത്തി ഇതുപോലൊരു സാധനം വാങ്ങിച്ച് വെച്ചതാണ്. അതില്ലാതായപ്പം വെയിലടിച്ചൊക്കെ നശിച്ചു പോയപ്പം അതിനകത്തൊരു ഒരു തെർമോക്കോൾ പോലൊരു സാധനം അത് ഞാനൊരു ഷീറ്റ് എടുത്ത് അടിച്ച് വീണ്ടും ഞാൻ സെറ്റ് ചെയ്ത്. അപ്പോൾ ഒച്ച്, അട്ട, എര അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതുവഴി കയറി വരില്ല. ഇപ്പം ഷീറ്റ് ഇട്ടുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഞാൻ മുമ്പ് വെച്ച കേസാണ് പറയുന്നത്. എങ്കിലും ആ ഒരു ഞാൻ പറഞ്ഞതുപോലെ നെറ്റ് അടിക്കണം, ആ ഗ്രില്ലിൽ നെറ്റ് അടിക്കണം. അപ്പോൾ ഇതാണ് ലോക്ക്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കും വീട്ടിൽ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. സേഫ്റ്റി ലോക്കാണ് ഇത്. ഇരുമ്പിൻ്റേതായതുകൊണ്ട് നമ്മൾ എത്ര ആ കതവ് വന്നിട്ട് അത്രയും വില ഇല്ലെങ്കിൽ പോലും നമ്മൾ കതവ് തുറന്നാൽ ഇതിങ്ങനെ തുറക്കില്ല. അതൊന്ന് ലോക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇതൊന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ ലോക്ക് വാങ്ങിച്ചിട്ട് വീട്ടിൽ അറിയാമെന്നുള്ളവർക്ക് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ തുടക്കത്തിൽ എൻ്റെ വാഷ് ബേസിൻ ഇങ്ങനെ അല്ലായിരുന്നു, സോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളായിരുന്നു. ഇപ്പം ഞാൻ ആമസോണിൽ നിന്ന് ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് വെക്കാനായിട്ട്. വേറൊരു കമ്പി വാങ്ങിച്ച് തുരുമ്പെടുത്ത് പോയി. ഇപ്പം പ്ലാസ്റ്റിക്കിലെ വാങ്ങിച്ച്, പിന്നെ വൈപ്പർ അവിടെ വെച്ചിട്ടുണ്ട്. അടിയിൽ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ടിന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും തന്നെയാണ് വാഷ് ബേസിൻ്റെ അവിടെ വെക്കുന്ന സാധനങ്ങൾ. ഹാൻഡ് വാഷും ഉണ്ട്. പാത്രം കഴുകുന്ന സ്റ്റാൻഡെല്ലാം വെളിയിലാക്കിയപ്പോഴത്തേക്കും അവിടെയൊക്കെ ഒന്ന് ഫ്രീ ആയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.